ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ പഠിക്കാം. ആലു പറാട്ട അല്ലെങ്കിൽ സ്റ്റഫ്ഡ് പറാട്ട. അപ്പോൾ അതിനാവശ്യമുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുക. ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത്, അല്ലെങ്കിൽ അതിൽ വെള്ളം കയറും ഒരുപാട്. അപ്പം നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, അധികം വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. നമുക്ക് കുറച്ച് കട്ടിക്ക് വേണം സ്റ്റഫ്ഡ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി. ഇനി അതിനുള്ള ഫില്ലിങ്ങിന് ഒരു പകുതി സവോള, ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇനി ഇതിനെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം പീൽ ചെയ്തെടുത്ത് ആലു അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ കട്ടയില്ലാതെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഇട്ട് ഇനി കുറച്ച് ഉപ്പും ഇടണം. ഇനി അതിൻ്റെ മുകളിലോട്ട് മസാല ഇടാൻ താല്പര്യമുള്ളവർക്ക് മസാല ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. ഇനി ഇതിന് വേണ്ടി ഒരു മെയിൻ സാധനമാണ് ആംചൂർ ചട്നി പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് നമ്മളുടെ ബാൺസിലൊക്കെയുള്ള സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ്, ഇന്ത്യൻ ഷോപ്പുകളിൽ കേട്ടോ. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പൊടിയിൽ നിന്ന് അതിൽ നിന്ന് ഒരു ബോളെടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വലത്തെ കൈക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക, ഇടത്തെ കൈ ജസ്റ്റ് വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ പരത്തുമ്പം ഈ വട്ടം വരുന്നതിൻ്റെ ഈ കോർണർ ഭാഗങ്ങളാണ് കുറച്ച് തിന്നായിട്ടിരിക്കേണ്ടത്. സെൻറ്റർ ഭാഗം കട്ടിക്ക് തന്നെ ഇരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്റ്റഫ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോകത്തില്ല കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ തടവുക. എന്നിട്ട് അതിന് ശേഷം ഈ നമ്മളാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഒന്ന് വട്ടം ചുറ്റിച്ച് അതിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ ആട്ട എടുത്ത് മാറ്റി കൈ വെച്ചൊന്ന് ആദ്യം ഒന്ന് പരത്തുക. പരത്തി കഴിഞ്ഞിട്ട് പൊടി തട്ടി ഇനി നമ്മൾ അധികം പ്രഷർ കൊടുക്കാതെ പതിയെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ. പതിയെ പരത്തി വട്ടത്തിൽ നമ്മൾക്ക് കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ആദ്യം നമ്മുടെ ഒണിയൻ മാത്രമുള്ളൊരു പൊറോട്ട ഉണ്ടാക്കാൻ നോക്കുക. ഇനി നമ്മൾ ചൂടായ കല്ലിലോട്ടിട്ടിട്ട് അതിൻ്റെ 2 സൈഡിലും എണ്ണയൊക്കെ തളിച്ച് ചൂടാക്കി നന്നായിട്ട് മൊരിയിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് അമക്കി കൊടുത്ത് മൊരിയിച്ചെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ആലുവിൻ്റെ പൊറോട്ട റെഡി. ഇങ്ങനെ തന്നെയാണ് ഓരോ സ്റ്റഫ് പൊറോട്ടയും ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് കോമ്പിനേഷനായിട്ട് പോകുന്നൊരു നല്ല കാര്യമാണ് ഒരു ലസ്സി, അതായത് ഒരു തൈരിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ലസ്സി. അപ്പോൾ ആലു പൊറോട്ട റെഡി.